നമസ്കാരം മക്കളെ, സുമൻ സാറാണ്. പ്ലസ് വണ്ണിൽ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്ന ശേഷം പല കുട്ടികൾക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കുട്ടികളൊക്കെ ഒത്തിരി പേര് ഫെയിൽ ആയിട്ടുമുണ്ട്, ഇപ്പോഴും പാസ്സാവാത്ത ഒത്തിരി കുട്ടികളുണ്ട്. ഇനി അവരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും പ്ലസ് വൺ ഉടനെ എഴുതാൻ പറ്റുമോ, അത് ഇനി പ്ലസ് ടു ആണോ, ഇനി എപ്പോഴാണ് ഇതൊക്കെ എഴുതാൻ പറ്റുന്നത്? അതുപോലെ ആബ്സെന്റ് ആയ ഒരു കുട്ടി, മീൻസ് പ്ലസ് ടുവിന് അപ്ലൈ ചെയ്തിട്ട് ആബ്സെന്റ് ആയ കുട്ടിക്ക് എങ്ങനെയായിരിക്കും? ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച് ചോദിച്ച് അറിഞ്ഞ ശേഷമാണ് നിങ്ങളുടെ ഇത് എത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നു. ഈ റിസൾട്ട് വന്ന ശേഷം ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും പ്ലസ് വൺ ഇപ്പോഴേ ഇല്ല. പ്ലസ് വണ്ണിന്റെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾക്ക് പ്ലസ് വണ്ണിനെ എഴുതി ഒന്നും ചെയ്യാനില്ല. ഇംപ്രൂവ്മെന്റ് റിസൾട്ട് അവിടെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടു സേ എക്സാം എഴുതുക എന്നുള്ളതാണ് അടുത്ത ജോലി. ഈ പ്ലസ് ടു സേ എക്സാമിന് എന്താ ചെയ്യേണ്ടത്? പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന് ഇപ്പൊ കിട്ടിയ മാർക്ക് എത്ര ഉണ്ടോ അതിന്റെ ബാക്കിയും കൂടി, ഇപ്പൊ നമുക്ക് മാത്സിനാണെങ്കിൽ 60-ൽ നമുക്ക് 18 ജയിക്കാൻ ഒരു സബ്ജക്റ്റിന് വേണ്ടത്. രണ്ടുകൂടെ ചേരുമ്പം, രണ്ടുകൂടെ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു കൂടെ ചേരുമ്പോൾ നമുക്ക് 36 വേണ്ടതെന്ന് പറയാം. അങ്ങനെ വന്നിട്ട് 36, 120-ൽ 36 മാർക്ക് നമുക്ക് ജയിക്കാൻ വേണം 2 വർഷം കൂടെ. പക്ഷെ ഒരാൾക്ക് കിട്ടിയത് ഇപ്പോൾ ഇംപ്രൂവ്മെന്റ് ചെയ്തപ്പോൾ 60-ൽ 12 ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കുട്ടി ഇനി ചെയ്യാൻ പോകേണ്ടത് ഏതാ? പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് കിട്ടിയ മാർക്കാണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്ലസ് ടു സേയ്ക്ക് വാങ്ങേണ്ട മാർക്ക് ഈ 12നോടുകൂടി 24 മാർക്ക് കൂടെ വേണം. എന്നെങ്കിലേ 60-ൽ 36 ആവും, 120-ൽ 36 ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ രണ്ടുകൂടെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, 60-ൽ 12 കിട്ടിയ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് കുട്ടി നെക്സ്റ്റ് ഈ പ്ലസ് ടു സേയ്ക്ക് 60-ൽ 24 മാർക്ക് വാങ്ങിച്ച് അത് ടോട്ടൽ 120 എന്ന് പറഞ്ഞാൽ 2 വർഷത്തെയും കൂടെ ചേർത്ത് 120-ൽ 36 ആക്കിയിടണം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഇത് കൂട്ടിക്കൊണ്ടിരിക്കണം. ഏറ്റവും മിനിമം നിങ്ങൾ 24 വാങ്ങിയിരിക്കണം. അത് കൃത്യമല്ലോ. ഇനി വേറെ എക്സാംസ് ഒന്നും നിങ്ങൾക്ക് ഇനിയില്ല. പ്ലസ് ടു സേ എക്സാമിൽ കൂടെയാണ് ഒരു തോറ്റ കുട്ടിക്ക് ഇനി ജയിക്കാനുള്ള സാധ്യത. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ ബാക്കി മാർക്ക് പ്ലസ് ടു സേയ്ക്ക് ചേർത്ത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് മിനിമം വാങ്ങിച്ചിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ, ഇപ്പോൾ പ്ലസ് ടു ഒരാള് അപ്ലൈ ചെയ്തിരുന്നു, പല കുട്ടികളും എഴുതാത്തവരൊക്കെ ഉണ്ട് അല്ലെ, ആബ്സെന്റ് ആയവരുണ്ട്. ഈ ആബ്സെന്റ് ആയവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ആബ്സെന്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സേയ്ക്കാണോ അതോ പ്ലസ് ടു റെഗുലറിനാണോ 2024-ൽ ഏതിനാണോ കൂടുതൽ മാർക്ക് അതെടുത്തോളൂ. അപ്പൊ ഈ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിലൂടെ ആ പഴയ മാർക്ക് കൂടെ എടുത്ത് ജയിക്കുന്നെങ്കിൽ ഓക്കെ ആയിക്കോളും. അപ്പൊ അതുകൊണ്ട് ആബ്സെന്റ് ആയതിന്റെ പേരിൽ പേടിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു വർഷം പ്ലസ് ടുവിന് ഒത്തിരി പേര് എക്സാം എഴുതിയായിരുന്നു കേട്ടോ. കാരണം സ്കൂളിലൊക്കെ പറഞ്ഞായിരുന്നു എഴുതണം, നിങ്ങൾക്ക് അതുകൂടെ എഴുതണം. പക്ഷെ പ്ലസ് ടു ഒക്കെ പാസ്സായതാ. 2024-ൽ പ്ലസ് ടു മാത്രം നോക്കുമ്പോൾ പാസ്സായി. പക്ഷെ പലരും പേടിപ്പിച്ച് പ്ലസ് ടുവിനൊക്കെ എഴുതിപ്പിച്ചുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പ്ലസ് ടു അങ്ങനെ എഴുതിയവർ, മീൻസ് കഴിഞ്ഞ വർഷത്തെ 2024-ൽ തോറ്റിട്ട് ഇപ്പൊ പ്ലസ് ടു ഒക്കെ എഴുതിയവർ ഈ മാർക്ക് എടുക്കുള്ളൂ, പഴയത് പോകാൻ സാധ്യതയുണ്ട്. അതാണ് മറ്റൊരു പ്രോബ്ലമാണ്. അത് ഒത്തിരി പേർക്ക് ഒരു കനത്ത തിരിച്ചടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവമാണ്. കാരണം അന്നൊക്കെ ജയിച്ചതായിരുന്നു, പക്ഷെ ഇപ്പം എടാപടി എന്നൊക്കെയുള്ള ഒരു സംഭവം ആയതുകൊണ്ട് കൃത്യമായിട്ടൊന്നും പ്ലസ് ടുവിന് എഴുതാൻ പറ്റിയിട്ടില്ല. അതൊരു കുഴപ്പമായിട്ടുണ്ട്. ഇനി അതിന്റെ മാർക്ക് കൂടെ വന്നിട്ട് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ചേരുമ്പോൾ ടോട്ടൽ 120-ൽ രണ്ടുകൂടെ ചേരുമ്പോൾ നമുക്ക് ജയിച്ചേ പറ്റൂ കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം ഒത്തിരി പേർക്ക് അബദ്ധം പറ്റിയെന്ന് തന്നെ പറയാം. പക്ഷെ അന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, അല്ലാതെ പ്ലസ് ടു ഉറപ്പായിട്ട് എഴുതണം നിർബന്ധമേ ഇല്ല. പ്ലസ് ടു പഴയത് പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോട്ട്, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് മാത്രം എഴുതിക്കൊണ്ട് പഴയതും ഇപ്പോഴത്തെ ഇംപ്രൂവ്മെന്റ് ചേർത്ത് ജയിച്ചാൽ മതിയായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ പലരും നമ്മുടെ ഹോൾ ടിക്കറ്റ് രണ്ടുകൂടെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി എഴുതിയിട്ടുണ്ട്. അതൊരു കുഴപ്പം പിടിച്ചൊരു സംഭവമായി പോയി. ഇനിയിപ്പോൾ അതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാനുള്ളത്. ഏകദേശം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് തോറ്റൊരു കുട്ടിക്ക് ഇനി പ്ലസ് ടു മാത്രമേ ഉള്ളൂ. പ്ലസ് വൺ ഇനിയില്ല, ഇനി അടുത്ത വർഷമേ ഉള്ളൂ. പ്ലസ് ടു സിക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. എല്ലാം എടാപടിയെന്നായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കൃത്യമായിട്ട് കണ്ടോണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും മുന്നിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഷെയർ ചെയ്തേക്കണം മക്കളെ. എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം നിങ്ങൾക്ക് നേരത്തെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.